ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏപ്രിൽ മാസം അവസാനം ഞങ്ങൾ വാഗമണിലേക്ക് ഒരു 2 ദിവസ യാത്ര പോയിരുന്നു. അന്ന് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണിത്. എപ്പോഴും പോകുന്ന യാത്രകൾ മൂന്നാർ സൈഡിലേക്കാണ്. ഇത്തവണ നമുക്കൊന്ന് മാറ്റി പിടിക്കണം എന്ന് ഞാൻ ഏട്ടനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഒന്ന് രണ്ട് യാത്രകളിൽ വാഗമൺ ഇങ്ങനെ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വാഗമണിലേക്ക് ഒരു യാത്ര പോകുന്നത്. ഈ 2 ദിവസത്തെ യാത്രയിലെ ആദ്യത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ റിസോർട്ടിലേക്ക് നേരെ പോകാം, ആ പോകുന്ന വഴിയിലുള്ള ചില സ്പോട്ടുകളൊക്കെ കാണാം, അങ്ങനെയുള്ളൊരു പ്ലാനിലാണ് മുന്നോട്ട് പോയതെങ്കിലും ഞാൻ മാപ്പ് ഇട്ടത് തെറ്റിപ്പോയതാണോ, എന്തൊക്കെയോ കാരണവശാൽ ആ സ്പോട്ടുകളൊക്കെ നമുക്ക് മിസ്സായി. എന്നിരുന്നാലും ഒരു വ്യൂ പോയിന്റ് നമുക്ക് കിട്ടിയിരുന്നു. അവിടെ നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് നമ്മൾ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. അതിനുശേഷം നമ്മൾ നേരെ വാഗമണിലേക്ക് പോവുകയായിരുന്നു. വാഗമൺ ടൗണിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ട്രിപ്പ് മൗണ്ടിലേക്കാണ് പോകുന്നത്. വാഗമൺ ടൗണിൽ വളരെ അടുത്ത് തന്നെയാണ് ഈ ട്രിപ്പ് മൗണ്ട് എന്ന് പറയുന്ന റിസോർട്ട് ഉള്ളത്. ട്രിപ്പ് മൗണ്ട് റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമും അതുപോലെ ഗൂഗിളിലൊക്കെ കണ്ട കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിയിട്ടായിരുന്നു. അപ്പം നല്ല ഒരു ഇംപ്രഷൻ തോന്നിയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് പോകുന്ന വഴിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലായിരിക്കുമോ എന്നുള്ളൊരു തോട്ട് മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരും തോറും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല യൂട്യൂബിൽ എല്ലാ ആൾക്കാരും ഭയങ്കര അടിപൊളി റിവ്യൂ ആണ് ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ട്രിപ്പ് മൗണ്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് വേറെയും റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വാഗമൺ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ എത്തി നിൽക്കുന്ന പോയിന്റ് വരെ എനിക്ക് സത്യസന്ധമായി പറയുവാണെങ്കിൽ ട്രിപ്പ് മൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് പല റീസൺ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്ക് കയറി വന്നപ്പോൾ ഉള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. പിന്നെ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞപ്പോൾ കറണ്ട് ഇല്ല, നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ കുഴപ്പമില്ല, പക്ഷേ ഒത്തിരി അങ്ങോട്ട് ഭയങ്കര പ്ലീസിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയതുമില്ല. എന്നാൽ നമ്മൾ ഈ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. റൂമിലെ ബാത്റൂം നീറ്റാണ്, റൂം നീറ്റാണ്, അവിടെ വേണ്ട സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സൈക്കോളജിയിൽ ഇതിന് പ്രൈമസി എഫക്റ്റ് എന്നാണ് കേട്ടോ പറയുക. അതായത് ഈ ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്കൊരു നെഗറ്റിവിറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി വരുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ഈ നെഗറ്റീവ് കാര്യത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. ഇവർ നമ്മളോട് പറഞ്ഞത് 5 മിനിറ്റിൽ കറണ്ട് വരും, അല്ല ജനറേറ്റർ 5 മിനിറ്റിൽ ഓൺ ആക്കാം എന്നൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിലവിൽ കറണ്ടില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പക്ഷെ നോക്കാം, എന്തായാലും ഇവിടെ എത്തി, ഇനി ആ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ മേ ബി 2 മണിയാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം. സോ ഇപ്പം 2 മണി ആയിട്ടില്ല, 1:30ക്കാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പം ആ ഒരു റീസൺ കൂടെ കൊണ്ടായിരിക്കാം. മേ ബി നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഒപ്റ്റിമിസം എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ ദോ ആ ഒരു പ്രൈമസി എഫക്റ്റ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മേ ബി ഇതൊരു നല്ല എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടാകാമെന്നുള്ള ഒരു മനോഭാവത്തിൽ ഞാനതിനെ നോക്കി കാണണം എന്ന് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നു. യു ലൈക്ക് ഇറ്റ്? കളേഴ്സൊന്നും അത്ര ഇഷ്ടപ്പെട്ടു. ഈ കളേഴ്സ് ആണോ? പക്ഷെ ഇവിടെ കണ്ടോ, കുന്നിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് നമുക്ക്. സോ ഞാൻ തീരുമാനിച്ചു എനിക്കുള്ള ആ ഒരു ഇംപ്രഷൻ ഒന്ന് ഞാൻ സൈഡാക്കാം. ഇനി ഇവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസിനെ പൂർണ്ണമായി ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഗൈസ്, 2 മണി ആയിട്ടില്ല, 1:45 കറണ്ട് വന്നോ എന്നറിയില്ല. ഫാനിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്. മേ ബി എ സിയുടെ സ്വിച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല, ഇവിടെ ഒന്നും പവർ സ്വിച്ച് കാണുന്നില്ല. എ സി ഓണായിരിക്കുകയാണ്. ഈ ഉച്ച ടൈമിൽ വന്നപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ചൂടൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ വെതറൊക്കെ ഒന്ന് മാറുന്നുണ്ട്. വാഗമണ്ണിൻ്റെതായ ഒരു ഭംഗി നമുക്ക് തോന്നാൻ ആ തുടങ്ങി. ഒരു വൈബ് നമുക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പൂളിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആൻഡ് നല്ല രസമുണ്ട്. ഇവിടെ വന്നപ്പോൾ തോന്നിയ ആ ഇമ്പ്രഷനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. ബിക്കോസ് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി, തണുപ്പ് വരാൻ തുടങ്ങി, നമ്മൾ ഈ ഒരു റിസോർട്ടിനോടൊന്ന് സെറ്റായി തുടങ്ങി. സോ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ പ്രോപ്പർട്ടിയിൽ 6 എ ഫ്രെയിം ക്യാബിൻസ് ആണ് ഉള്ളത്. ഇതൊരു ചെറിയ പ്രോപ്പർട്ടിയാണ്, അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നിയതും.
നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഇരുന്നാലോ? നല്ല തീരുമാനം. ചായ ഇടുവോ? ഈ ചെറിയ ഏരിയ ആണെങ്കിലും ഉള്ള സ്ഥലം അവരത്ര ഭംഗിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. തൽക്കാലം നമുക്ക് ഇവിടെ താഴെ ഇതിൻ്റെ ഈ റൂമിൻ്റെ നേരെ താഴെയാണ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം, എന്നിട്ട് പൂളിൽ ഇറങ്ങാം. ബിക്കോസ് ഇപ്പം നല്ല മഴയുണ്ട്. ഇപ്പം സമയം എത്രയായി? സമയം ആക്ച്വലി 3:30 ആയിട്ടുള്ളൂ. അപ്പം നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ സമയമുണ്ടല്ലോ. നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്, പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല. താഴെ ഒന്ന് പോയി റിസപ്ഷൻ്റെ ഏരിയയിൽ നമുക്ക് നോക്കിയിട്ട് വരാം ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണിത്. ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ആൻഡ് ഇവിടെ താഴെയൊക്കെ നിറയെ വെള്ളമായിട്ടുണ്ട്. ഇവിടെയാണ് റിസപ്ഷൻ. ഈ റിസോർട്ടിൽ നമുക്ക് ഒരു ഡേ സ്റ്റേ ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് 6000 റുപ്പീസാണ് ആകുന്നത്. ഇവിടുത്തെ റൂമും ഈ ആംബിയൻസും ഈ സ്ഥലവും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ളപ്പോഴും ഇതൊരു ചെറിയ ഏരിയ ആയതുകൊണ്ടും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇത്രയും രൂപയ്ക്കുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനും നമുക്ക് തോന്നും. ഇതേ പ്രോപ്പർട്ടി കുറച്ചും കൂടെ വലിയ ഏരിയയിലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇവിടുത്തെ റേറ്റ് കുറച്ചും കൂടെ കുറവായിരുന്നെങ്കിലോ ഇവിടുത്തെ ഇംപ്രഷൻ കുറച്ചും കൂടെ നമുക്ക് ഉണ്ടാകുമായിരുന്നു. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ നേരെ താഴെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. നമ്മൾ ആദ്യം ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റിസപ്ഷനിൽ പോയി പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സ്റ്റാഫ് വന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. മഴ നല്ല രസമാണ്, പക്ഷെ നല്ല മിന്നലുണ്ട്. സോ ഉള്ളിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. മഴക്കാലം ആകുമ്പോൾ ഇച്ചിരി വിശപ്പ് കൂടും എന്നുള്ളതാണല്ലോ. പിന്നെ ചായയുടെ കൂടെ നല്ല ചൂട് ചിക്കൻ നഗറ്റ്സ് നല്ലൊരു കോമ്പിനേഷനുമാണ്. ആ മൈക്രോ എക്സ്പ്രഷൻ നോട്ട് ചെയ്യുക. നല്ലതാണോ? ആ, ബീഫാന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാതിരിക്കാനാവില്ലേ. ചായ കുടിച്ചു കഴിഞ്ഞിട്ടും മഴയും മിന്നലും ഒന്നും മാറിയിട്ടില്ല. മഴ ഇങ്ങനെ ഭയങ്കര ഒരുപാടായിട്ടൊന്നും പെയ്യുന്നില്ല, പക്ഷെ മിന്നലുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. മഴ മാത്രമുള്ളപ്പോൾ പൂളിൽ ഇറങ്ങുന്നത് ഒരു വിഷയമല്ല, കാരണം അതൊരു നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടിമിന്നലും വെള്ളവും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്നുള്ളത് സ്കൂൾ കാലം മുതലേ കേൾക്കുന്നൊരു കഥയാണ്. അതൊരു വെറും കഥയല്ല, സത്യവുമാണ്. നമ്മുടെ റൂമിന്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതുപോലെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്കിങ്ങനെ ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ വെറുതെ ഒരു ബുക്കൊക്കെ വായിച്ച് ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു വൈബാണ്. പിന്നെ ഇവിടെ ഈ ഒരു റൂമിൽ നമുക്കിങ്ങനെ ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ട്. അതായത് താഴെ ഏട്ടൻ കിടന്നുറങ്ങുന്നുണ്ട്, മേളിൽ ഇവിടെ നമുക്കൊരു ബെഡൊക്കെ വിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കിടന്നുറങ്ങാം. ഒരു റൂമിൽ മാക്സിമം എത്ര പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മേ ബി എക്സ്ട്രാ ബെഡ്സ് അവർ തരുമായിരിക്കാം, അതല്ലെങ്കിൽ ഈ മേളിലുള്ള ബെഡ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 കസേരയൊക്കെ ഉണ്ട്, പക്ഷെ ഇരിക്കണം എന്ന് വിചാരിച്ചാലും ഇവിടെ കസേര നനഞ്ഞിരിക്കുക. അതുകൊണ്ടോ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് നനഞ്ഞിരിക്കുക, സോ ഇരിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇവിടെ ഞാൻ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എപ്പോഴെങ്കിലും ഒന്ന് മഴയോ അല്ലെങ്കിൽ ഇടിമിന്നലോ ഒക്കെ ഒന്ന് കുറയുവാണെങ്കിൽ ഒന്ന് പൂളിൽ ഇറങ്ങാമെന്ന് ഓർത്തിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, ഇവിടെ പൂള് ഇറങ്ങാൻ പറ്റും നമുക്ക് തോന്നില്ലെങ്കിൽ നാളത്തേക്ക്. നാളെ ഈ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഇറങ്ങാം. ഇവിടെ ഈ റിസോർട്ടിൽ വേറെ ആരെയും അങ്ങനെ പുറത്ത് കാണുന്നില്ല കേട്ടോ. എല്ലാവരും മുറിയിലൊക്കെ തന്നെ ഇരിക്കാൻ തോന്നുന്നു, ബിക്കോസ് മഴയായതുകൊണ്ട്. ഈ റിസോർട്ടിൽ ഇപ്പം ഓവറോളായിട്ട് നോക്കുമെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാൻ നമുക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്രയും രൂപയ്ക്കുള്ള വേർത്ത് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ്, നമുക്കൊരു റിസോർട്ടിൽ പോകുമ്പോൾ കുറച്ചധികം സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പല സ്ഥലത്തൊക്കെ നമുക്ക് പോയി ഇരിക്കാനും ആ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെയുള്ള സ്പേസ് ഇവിടെ കുറവാണ്. സ്റ്റാഫിൻ്റെ സർവീസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റഡ് ആയതുപോലെ എനിക്ക് തോന്നിയിരുന്നില്ല. വാഗമണിലെ ഒരു ലക്ഷറി റിസോർട്ടാണ് ട്രിപ്പ് മൗണ്ട് എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ആൻഡ് പല യൂട്യൂബ് വീഡിയോസിലും അത് തന്നെയാണ് പറയുന്നത്. ബട്ട് ആ ലെവലിലുള്ള ഇംപ്രഷൻ ഇവിടെ കിട്ടുന്ന സർവീസിലും എനിക്ക് തോന്നിയിരുന്നില്ല. ഇവിടെ ഉള്ള ആ ഒരു ആംബിയൻസിലും എനിക്കത് ഫീൽ ചെയ്തിരുന്നില്ല. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവസാനം എനിക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റി. ഈ സമയമായപ്പോൾ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് പോവാം. നമ്മൾ ചായ കുടിക്കാൻ വന്ന ടൈമിൽ തന്നെ നമ്മൾ ഡിന്നർ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ലിമിറ്റഡ് ആയിട്ടുള്ള ഡിന്നർ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മളൊരു പ്ലേറ്റ് ഗ്രീൻ സാലഡും പിന്നെ ചപ്പാത്തി, പെപ്പർ ചിക്കൻ, ചിക്കൻ ഫ്രൈ ആൻഡ് പൊറോട്ടയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ടേസ്റ്റ് വൈസ് നോക്കാനാണെങ്കിൽ ഫുഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വാവ് എഫക്റ്റ് ഒന്നും പറയാനില്ല, പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. ഡിന്നർ കഴിച്ചിട്ട് നമ്മളൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. നടക്കാനെന്ന് പറയുമ്പോൾ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നടന്നത്. അതധികം സ്പേസ് ഇല്ല. ഈ റിസോർട്ടിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും സ്പേസ് തന്നെ ഇവിടെ ഉള്ളൂ. മാത്രമല്ല ഇവിടെ ഇരിക്കാനായിട്ട് ഈ പൂളിൻ്റെ അടുത്ത് 1-2 ചെയേഴ്സ് ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഏരിയകളൊന്നും നമുക്കിവിടെ ഇല്ല. ട്രിപ്പ് മൗണ്ടിനെ കുറിച്ച് നമ്മൾ ഗൂഗിൾ റിവ്യൂവിൽ നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നും ചില ആൾക്കാർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ അധികവും എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ട്രിപ്പ് മൗണ്ട് എനിക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു ആൻഡ് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ബൊഫേയിൽ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഫുഡിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ഒത്തിരി ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ലാത്ത ഒരു ചെറിയ ഒരു കോസി സ്റ്റേ ആണ് ട്രിപ്പ് മൗണ്ട് എന്നുള്ളത്. ഇക്കാണുന്നതാണ് ട്രിപ്പ് മൗണ്ടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. നിങ്ങൾ ഈ കണ്ട എക്സ്പീരിയൻസുകളൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ട്രിപ്പ് മൗണ്ടിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതും. ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം വാഗമണിൽ തന്നെയുള്ള കുറ്റിക്കാനം, പിരമിഡ് എന്നിങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ പ്ലാന്. സോ ഈ വീഡിയോയ്ക്ക് രണ്ടാമതൊരു പാർട്ടും കൂടെ ഉണ്ടാകും. അതധികം വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കഥകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.